ചൂട് മൂലം മത്സ്യലഭ്യത കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ്. ബോട്ടിന്റെ ഇന്ധനച്ചെലവ് താങ്ങാൻ കഴിയാതെ മത്സ്യബന്ധനം നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ് പലരും. ജൂൺ മാസം മുതൽ ട്രോളിംഗ് നിരോധനം കൂടി തുടങ്ങുന്നതോടെ ആശങ്കയേറുകയാണ്. കാണാം, കോഴിക്കോട് നിന്നും ദിൽഷ തിലകൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. കാലിയാകുന്ന കടൽ. മത്സ്യബന്ധന മേഖലയിൽ മുൻപില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയാണ് ചൂടുമൂലം ഉണ്ടായിരിക്കുന്നത്. വളരെ കുറച്ച് ബോട്ടുകൾ മാത്രമാണ് കടലിൽ പോകുന്നത്. നിരാശയോടെ തിരിച്ചുവരും. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിൽ പോയതും തിരിച്ചടിയായിരിക്കുന്നു. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മേഖലയ്ക്ക് കൂനിന്മേൽ കുരുവായിരിക്കുന്നു. ചൂട് കൂടിയതോടെ തീരക്കടൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞു. അയലയും മത്തിയുമെല്ലാം ചൂട് കുറവുള്ള മേഖലകളിലേക്ക് മാറി. സാധാരണ കിട്ടുന്നതിൽ 4/1 മീൻ പോലും ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജോലിയില്ലാതായതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും മടങ്ങി. മീനൊക്കെ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഈ 3-4 മാസങ്ങളിൽ ചൂട് കാലത്ത് മീനൊക്കെ വളരെ കുറയും. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കടലിൽ ഏടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ചൂട് സമയത്തൊക്കെ ഭയങ്കര ശല്യമാണ്. ആ സമയത്ത് കടിച്ചു കടിഞ്ഞ് എടുക്കുകയാണ്. ഒരു 10 ദിവസം പണിക്ക് പോകാൻ കഴിയും. വളരെ മോശമോ, ഒന്നും കിട്ടുന്നില്ല. ഭയങ്കര കടലിൽ നിൽക്കാൻ കഴിയുന്നില്ല. അമ്മാതിരി ചൂട്, പ്രതിസന്ധി തന്നെ. കടലിപ്പണി മൊത്തം പോക്കാ. സർക്കാരൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി. ഇവിടെ സാധാരണ ഇപ്പൊ അടുത്തായി മീൻ കിട്ടിക്കൊണ്ട് വന്ന പെട്ടെന്ന് ചൂടിന്റെ എന്തോ അടിത്തട്ടിലെന്തോ ചൂട് താപനില മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് മീനും കുറവാണ്. പണിയും കാര്യങ്ങളെല്ലാം മോശമാണ്. എല്ലാം കടത്തിലാണ്. ബോട്ടെല്ലാം കടായിട്ട് പോക്കില്ല. മത്സ്യത്തൊഴിലാളി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ജൂണിൽ ലാസ്റ്റ് ട്രോളിങ് വരും. പിന്നെ കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ പോവും, പണിക്ക് പോകും. ഇതാ കുടിയാവെള്ളം കിട്ടില്ല, ചായ ഇല്ല, ചോറില്ല, ഒന്നുമില്ല, എല്ലാം പട്ടിണിയില്ല. നമ്മളൊന്ന് കഴിച്ചിലാക്കി തരും നിങ്ങളെല്ലാവരും. ഗവൺമെന്റ് അതാക്കും, ഗവൺമെന്റ് ഇതാക്കും, ഒന്നും ആക്കുന്നില്ല. നമ്മളിതാ ഇപ്പോൾ രാവിലെ 3 മണിക്ക് പോയി ഇതാ ആകെ കിട്ടിയതാ 4000 രൂപ മീനാ. കുടുംബത്തിന്റെ പ്രാരാബ്ദം കൊണ്ട് ഒരു ഗൃഹനാഥ എന്ന രീതിയിൽ കഷ്ടപ്പാട് സഹിച്ചിട്ട് പോകുന്ന ഈ പ്രകൃതിന്റെ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. എന്താണ് സ്ഥിതി? ഈ കരയത്തിന്റെ ഡബിൾ ചൂടാണ് കടലില്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇന്ധനം, ഭക്ഷണം, കൂലി തുടങ്ങി കടലിൽ പോകുന്ന ചെറിയ ബോട്ടുകൾക്ക് ഒരു ദിവസത്തെ ചിലവ് 1,00,000-നും മുകളിലാണ്. തിരിച്ചു വരുമ്പോഴോ ഇന്ധനച്ചിലവിനുള്ള മീൻ പോലും കിട്ടാത്ത അവസ്ഥ. വേനൽ കഴിഞ്ഞാൽ ട്രോളിംഗ് നിരോധനവും വറുതിയുടെ മറ്റൊരു പെരുമഴക്കാലവും മത്സ്യത്തൊഴിലാളികളെ കാത്തിരിപ്പുണ്ട്. ലോണെടുത്തും കടം വാങ്ങിയും ബോട്ടിറക്കുന്നവർക്ക് മുന്നിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല. ചുറ്റും പെരുകി വളരുന്ന ഈ കടത്തിന്റെ കണക്കുകൾ കൊണ്ട് എങ്ങനെ ഇക്കാലങ്ങളെ അതിജീവിക്കുമെന്നത് മാത്രമാണ് മുന്നിലുള്ള ഏക ചോദ്യം. ട്രോളിംഗിന് മുൻപേ മത്സ്യലഭ്യത കുറഞ്ഞ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തീരപ്രദേശം. വറുതിയുടെ തീരം കടന്ന് എങ്ങനെ കരപറ്റുമെന്ന ആശങ്കയിലാണ് കടലിന്റെ മക്കൾ. ക്യാമറമാൻ മുനീഫിനോടൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.